കാരണം ഇപ്പോഴും അങ്ങനെയുള്ള ആളുകൾ കൂടുതലുണ്ട്. അവരെ സംബന്ധിച്ചോളം അവർക്കൊരൊറ്റ കോൺസെപ്റ്റേ ഉള്ളൂ, ഈറ്റിംഗ് ബ്രീത്തിങ് സ്ലീപ്പിംഗ് ഓൺ കമ്മ്യൂണിസം. ഇപ്പോൾ മണി പറഞ്ഞാൽ ആ ഒറ്റ കാരണത്താൽ 10,000-കണക്കിന് ആൾക്കാർ ഈ പാർട്ടിയിൽ നിന്ന് പോകും. കാരണം ഇങ്ങനെയുള്ളവരൊക്കെ ഇനി സഹിക്കാൻ പറ്റുമോ? ഇങ്ങനെയുള്ളൊരു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ മാത്രമേ ജീവിക്കാവുള്ളൂ, വേറെ എങ്കിലും ജീവിക്കാൻ പാടില്ലെന്ന് പറയാൻ ഈ മണി ആരാ? ഗോവിന്ദ മാഷൊക്കെ ഈ ലോകം മുന്നോട്ട് പോകുന്ന അറിയുന്നില്ലെന്ന് എനിക്കിപ്പോൾ അദ്ദേഹത്തിനോടൊക്കെ സഹതാപമാണ്, സങ്കടമാണ് വരുന്നത്. കാരണം അദ്ദേഹം പറയുന്നതാണ് ശരി. 10-60-70 വർഷങ്ങൾക്ക് മുമ്പ് തലേ വെച്ച കാര്യമാണ് ഇപ്പോഴും പറയുന്നത്. ലോകം മുന്നോട്ട് തളിപ്പറമ്പിൽ നിന്ന് പിന്നെ കണ്ണൂരിലേക്കുള്ള റോഡേലും വീതി കൂടി എന്ന് പോലും പുള്ളി അറിഞ്ഞിട്ടില്ല. അറിഞ്ഞെങ്കിൽ ഇങ്ങനെ പറയുമോ? എനിക്ക് അതിൽ കൂടൊന്നും പറയാനില്ല. ഞാൻ വെസ്റ്റ് ബംഗാളിൽ ഒരു 3-4 തവണ പോയിട്ടുണ്ട്. ഒന്ന് എൻ്റെ ഭാര്യന് ശേഷം എൻ്റെ ഹണിമൂൺ ആദ്യം പിന്നെ നാഗാലാൻഡിലായിരുന്നു. എൻ്റെ വൈഫിൻ്റെ അങ്കിള് അവിടുത്തെ പിന്നെ ചാൻസലറായിരുന്നു നാഗാലാൻഡ് രൂപതയുടെ. ഞാൻ യാത്രാപ്രിയനുണ്ട്. അന്ന് ഞാനും എൻ്റെ ഭാര്യയും കൂടെ കൂടി അപ്പോൾ പുള്ളി എന്നെ നോർത്ത് ഈസ്റ്റ് മൊത്തം ഒന്ന് 3-4 ദിവസം കൊണ്ട് കാണിച്ചു. പിന്നീട് രണ്ടാമത് ഞാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു, ഞാൻ എൻ്റെ ഈ കസിൻ്റെ കൂടെ അവരുടെ ഹൗസുകൾ ആസാമിലുണ്ട്, ഈ കോൺഗ്രസ് ആയതുകൊണ്ട്. ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് ദീർഘയാത്രയാണ്. ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് പോയി. അന്ന് ഞങ്ങൾ ഈ ബംഗാളിൽ ഒരുപാട് സ്ഥലത്ത് യാത്ര ചെയ്തു. മമതാ ബാനർജി മുഖ്യമന്ത്രിയായി ഒരു 4-5 മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ യാത്ര ചെയ്തത്. ഈ യാത്രയിൽ കണ്ട ബംഗാൾ എന്ന് പറഞ്ഞാൽ ഇത് പണ്ടേ ഇവിടുന്ന് പോകേണ്ടതെന്ന് തോന്നും. ദാരിദ്ര്യം എന്ന് അതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ ബംഗാളിൽ നിന്ന് ഇവിടെ നമ്മുടെ നാട്ടിൽ കൂലിപ്പണിക്ക് വരുന്ന ഈ പാവങ്ങൾ. ഈ 10-35 വർഷം അവിടെ കമ്മ്യൂണിസം ഭരിച്ചിട്ട് അവിടെ എന്തെങ്കിലും ഉണ്ടായോ? അന്നും ബംഗാളിൽ പോകുമ്പോഴും നമ്മുടെ തലയിൽ ഈ കമ്മ്യൂണിസം കേട്ടോ. അതാണ് ഞാൻ ചോദിച്ചത്. മറ്റൊരു രാഷ്ട്രീയ കക്ഷിയിലുള്ള ഒരാൾ പോകുന്നത് പോലെ അല്ലല്ലോ, ഒരു അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരൻ പോകുമ്പോൾ സത്യമായിട്ടും അത് വാസ്തവമായിട്ട് ജനങ്ങളിലേക്ക് പറയാൻ പറ്റും. ഞങ്ങൾ സിലിഗുരിയുടെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ സിലിഗുരിയിൽ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെറാഡൂണോ എന്നൊന്ന് അങ്ങോട്ട് കയറിപ്പോവാം. ഇപ്പോൾ ഞങ്ങൾ ആ സിലിഗുരി നിന്നപ്പോൾ അവിടെ ഒരു വലിയൊരു റെയിൽവേ സ്റ്റേഷൻ്റെ ആ സൈഡിൽ നമ്മുടെ ആർമിയുടെ ഒരു ഇതുണ്ട് അവിടെ ഉണ്ട്. കന്റോൺമെൻറ്റാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അവിടെ ഞങ്ങൾ 2-3 മലയാളികൾ, എൻ്റെ ഈ കസിൻ്റെ ഫ്രണ്ട് ഒരു മലയാളിയുണ്ട്, പുള്ളി ഒന്ന് സ്വീകരിച്ചിട്ട് പുള്ളി പറഞ്ഞു, ഇപ്പം കുറച്ചുകൂടെ റിലാക്സ് ഉണ്ട്, മറ്റേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, ഇവിടെ സഖാക്കളുടെ തേർവാഴ്ചയായിരുന്നു പറഞ്ഞു ബംഗാളിൽ. ഏതെങ്കിലും ഇപ്പം ഒരു CPM ഓഫീസിൽ CPMന് ബോർഡ് കാണിക്കാമെന്ന് ചോദിച്ചു, ഇല്ല, ഒറ്റ ബോർഡ് പോലും അവിടെ അവശേഷിക്കുന്നില്ല. അന്നത്തെ കാലത്ത് ഇന്ന് മിനിറ്റുകൾ കൊണ്ട് ഇത് മാറ്റി. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, അവിടെ പാർട്ടി ഓഫീസുകളൊക്കെ പലരും ട്യൂഷൻ സെൻറ്ററിനും തയ്യക്കടയ്ക്കൊക്കെ വാടകയ്ക്ക് കൊടുത്തിരുന്നു ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൽ എത്ര വാസ്തവമുണ്ട്, യഥാർത്ഥമാണ്? അതൊക്കെ യാഥാർത്ഥ്യങ്ങളെ. കാരണം ഞാനൊരു ഉദാഹരണം പറയാം സിമ്പിളായിട്ട്. ഒരു MLA ഉണ്ട് വെസ്റ്റ് ബംഗാളിൽ ഇപ്പോൾ, ഒറ്റ MLA ഇല്ല. ഇപ്പം നമ്മുടെ ഇവിടെ ഇപ്പോൾ LDF പോയാൽ UDF വന്നാലും LDFന് ഒരു 10-35 MLA വരെ കാണും. അവിടെ ഒരു MLA ഇല്ല. ഇത്രയും 33 കൊല്ലം ഭരിച്ച ബംഗാളിൽ ഒറ്റ MLA ഇപ്പം ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം ഇല്ല, ഇപ്പോൾ ഇത്തോടെ ഇല്ല. എന്തുകൊണ്ടാണ്? അത്രയ്ക്കും ജനങ്ങൾ തരിപ്പുണ്ടാകും. ഇപ്പോഴും ബംഗാൾ നല്ലതൊന്നുമില്ല. കാരണം മമതാ ബാനർജിൻ്റെ ഭരണം അറിയാമല്ലോ. അത് ഈ ബംഗ്ലാദേശികൾക്കെല്ലാം പിന്നെ പൗരത്വം കൊടുത്ത് കുറേ എണ്ണത്തിനെ കൊണ്ടുവന്നിട്ടാണ് അവർ ഭരിച്ചു നിൽക്കുന്നത്. ജനങ്ങളുടെ കാര്യമാണ് കഷ്ടമാണ് അവിടുത്തെ ജനങ്ങളുടെ കാര്യം. നിങ്ങൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ എങ്ങോട്ട് നോക്കിയാലും നമുക്ക് ഈ വീടിനകത്ത് ചിലപ്പോൾ ഒരു ബംഗാളി വർക്ക് ചെയ്യുന്നുണ്ടാവും. എന്തുകൊണ്ടാണ് മലയാളി അങ്ങനെ പോകും? മലയാളി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്കിൽഡ് എംപ്ലോയി ആയിട്ടേ പോകത്തുള്ളൂ. നമ്മൾ അവനെ ഭരിക്കും. അപ്പോൾ ഇത് കാലഘട്ടത്തിൻ്റെ ഈ അനിവാര്യത അല്ല. ഇപ്പം ഇടതുപക്ഷം ഇവിടെ നശിക്കണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല, തുറന്നു പറയാം. പക്ഷേ ഇടതുപക്ഷ കാലത്തിനനുസരിച്ച് മാറി കാലഘട്ടത്തിനോട് യോജിച്ചു പോയില്ലെങ്കിൽ നാളുകളിൽ വരുന്ന തലമുറയോടെ എങ്ങനെ ജീവിക്കില്ല? ഇനി എങ്ങനെ യോജിച്ചു പോകാൻ കഴിയും? കാരണം പാർട്ടിയെ നയിക്കാൻ കഴിയുള്ള അല്ലെങ്കിൽ ജനകീയരായ എത്ര നേതാക്കൾ ആരാണുള്ളത്? ഒരാളെ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടോ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരാൾക്കൊരു നല്ല അഭിപ്രായവും മോഡേൺ ചിന്താഗതി ഉണ്ടെങ്കിൽ അവനത് പ്രകടിപ്പിക്കാനുള്ള വേദിയില്ല, അടിച്ചമർത്തുവാണ് ഈ മോളിൽ ഇരിക്കുന്നവൻ. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു പുതിയ തലമുറ വളർന്നു വരുന്നത്. ഈ തലമുറയെ നാളത്തെ ലോകത്തെക്കുറിച്ചും ഈ ഗ്ലോബൽ വില്ലേജിനെക്കുറിച്ചും ചിന്തിക്കാത്ത ഒരാൾക്ക് ഇനി കേരളത്തിലൊരു നേതാവായിട്ടിരിക്കാൻ കേരളത്തിലെ ജനങ്ങൾ സമ്മതിക്കുമോ? ദാറ്റ് ഇസ് മൈ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇപ്പോൾ അവകാശപ്പെടുന്നു ഇവിടെ റോഡുകൾ വന്നു, ഇവിടെ സ്കൂളുകൾ നന്നാക്കി. അതെന്തൊരു അവകാശവാദം? ഈ പുരോഗമന കാലത്ത് ഈ ജനാധിപത്യ ഇന്ത്യയിൽ ജനാധിപത്യ ലോകത്ത് സ്വാഭാവികമായിട്ട് വഴി വരണ്ടേ? എല്ലായിടത്തും ഉണ്ട്. ഭരണകൂടത്തിന്റെ കടമയാണല്ലോ, അത് ഡ്യൂട്ടിയല്ലേ. എൻ്റെ മക്കൾക്ക് ഞാൻ ചോറും ഭക്ഷണം മേടിച്ചു കൊടുക്കുക എന്നുള്ളത് എൻ്റെ കടമയാണ്. ഒരു 10-15 വയസ്സ് വരെ ഞാൻ എൻ്റെ മകന് ഭക്ഷണം കൊടുത്തോട്ടെന്ന് പറഞ്ഞാൽ അവകാശപ്പെടാൻ പറ്റുമോ? എന്ന് പറഞ്ഞ പോലെ അതാണ് അതിൻ്റെ വ്യക്തി. അല്ല, ഈ കമ്മ്യൂണിസം, അതായത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഈ CPM ഇടതുപക്ഷം തകർന്നടിഞ്ഞത് എനിക്ക് തോന്നുന്നു ഒരു 9.5 കൊല്ലങ്ങൾക്ക് ഇപ്പുറമാണെന്ന് ഞാൻ പറഞ്ഞാൽ അങ്ങ് നിഷേധിക്കും? ഞാൻ നിഷേധിക്കില്ല. അതിനൊരു കാരണം പറയാം.
എനിക്ക് വ്യക്തിപരമായിട്ട് അടുപ്പമുള്ളതാണെങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല. ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം ഒരു നല്ല അഡ്മിനിസ്ട്രേറ്റർ ആണെന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അദ്ദേഹം ഈ പാർട്ടിയെ കൊണ്ടുപോയി അങ്ങോട്ടാണ്. അദ്ദേഹം ഒരു ഏകാധിപതിയെ പോലെയാണ് അദ്ദേഹം ഈ പാർട്ടിയെ പ്രവർത്തിച്ചത്. ഒരാളെ പോലും സെക്കൻഡ് ജനറേഷനിലോ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ജനറേഷനിൽ ഒരു നേതാവിനെ കേരളത്തിൽ വളർത്തിയിട്ടുണ്ടോ CPM? നിങ്ങൾക്ക് പറയാം ഒരാളുടെ കാര്യം ഇല്ല. അല്ല, അതിന് ബദലായിട്ട്, അതായത് തനിക്ക് ശേഷം മരുമകൻ എന്നുള്ള ഒരു നിലയിലേക്കല്ലേ അദ്ദേഹം അന്നൊരു ശ്രമം നടത്തിയത്. അതായത് ആദ്യത്തെ തവണ തന്നെ വേപ്പൂരിൽ നിർത്തി മത്സരിപ്പിച്ച് ജയിക്കുകയും 2 വകുപ്പുകൾ അദ്ദേഹത്തിന് കൊടുത്ത് മന്ത്രിയാക്കുകയും ചെയ്തത്. അത് പ്രായപരിധി മാനദണ്ഡവും 2 തവണ മത്സരിക്കുന്ന മാനദണ്ഡവും അവിടെ ബാധകമല്ലായിരുന്നു. അപ്പോൾ അത് തൻ്റെ പിൻഗാമിയായി മരുമകനെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നില്ല. ഒരു പരിധിവരെ ആ ആരോപണം ശരിയാണ്. കാരണം മുഹമ്മദ് റിയാസിനെ വ്യക്തിപരമായിട്ട് എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. എൻ്റെ ഒരു നല്ല സുഹൃത്താണ്. പിന്നെ അദ്ദേഹം വളരെ ഇടപെടാനൊക്കെ വളരെ മാന്യനാണ്. പക്ഷെ ഇങ്ങനെയുള്ള ആരോപണം കറക്റ്റാണ്. കാരണം അദ്ദേഹം ആദ്യമായിട്ട് ജയിക്കുക. അദ്ദേഹം കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷൻ ജയിച്ചിട്ട് തോറ്റുപോയി. ലോക്സഭ തെരഞ്ഞെടുപ്പ് മത്സരിച്ചിട്ട് തോറ്റുപോയി. ബേപ്പൂർ എന്ന് പറഞ്ഞ കുത്തക മണ്ഡലത്തെ കൊണ്ട് ജയിപ്പിച്ചു. അത് ജയിക്കട്ടെ, ജയിക്കുമെന്ന് ഉറപ്പുള്ള. പക്ഷേ ആദ്യ നിയമസഭയത്തെ ആൾക്ക് 2 ഹെവി പോർട്ട്ഫോളിയോ കൊടുത്തത്. അത് അദ്ദേഹത്തിന് വാളകെട്ടിനെല്ലാം കിട്ടുമോ? പണം വാരി വകുപ്പാണ് 2 അതൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. എനിക്ക് ആസ് എ ഹ്യൂമൻ ബീയിങ് അതേ ഒരു മോശം ഒരു മന്ത്രിയാണെന്നോ ഒരു വ്യക്തിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല അദ്ദേഹം. പക്ഷെ അതല്ലല്ലോ ജനാധിപത്യത്തിൽ, അതിലല്ലോ പ്രാധാന്യം. ഡെമോക്രസിയിൽ തുല്യമായിട്ട് എല്ലാവരെയും കാണണം എന്നുള്ളതല്ലേ. അതൊരു വലിയ അതൊക്കെ വന്ന അപജയങ്ങളായത്. എത്രയോ പേർക്ക് സീറ്റ് കൊടുത്തില്ല. ശൈലജ ടീച്ചർ എന്ന് പറഞ്ഞൊരു വ്യക്തി നിയമസഭയിൽ വെറും ഒരു MLA ആയിട്ടിരിക്കുക. തൊട്ട് മുമ്പിൽ ഇരുന്നുകൊണ്ട് വീണ ജോർജ് സംസാരിക്കുന്നു. അതെ, അത് ഒരുപക്ഷെ ജനാധിപത്യത്തിൽ എല്ലാവർക്കും അവകാശപ്പെട്ടതായിരിക്കാം. പക്ഷേ ശൈലജ ടീച്ചറെ അവിടെ ഡീഗ്രേഡ് ചെയ്യില്ലേ? അല്ല, അത് മാത്രമല്ല, യാതൊരു പാരമ്പര്യവുമില്ലാത്ത, രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത ഒരു മാധ്യമപ്രവർത്തകയെ പെട്ടെന്ന് കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നു, അവരെ മന്ത്രിയാക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫലമാണെന്ന് ഞാൻ പറയുന്നത്. ഇവരെല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ്. പക്ഷേ ഇതെല്ലാം കാണുന്നൊരു ജനം ഇവിടെയുണ്ട്. അതെ, അവരുടെ പ്രതികരണം എന്ന് പറഞ്ഞാൽ 2026 ഏപ്രിൽ അവസാനം വരുന്ന വോട്ടിലേ വരത്തുള്ളൂ. ഇതെല്ലാം 21 ശേഷം സംഭവിച്ച കാര്യങ്ങളല്ലേ. അത് ഭയങ്കര ഭയാനകമായിരിക്കും. അതിലുപരിയായിട്ട് ഈ പാർട്ടി ഇപ്പോൾ പറയുന്ന വാക്കുകളും പ്രവർത്തിക്കുന്ന രീതികളും വളരെ, അവർ പറയുന്നതും പ്രവർത്തിക്കുന്നതും എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. അതാണ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞ വാക്കുകൾ എന്താ? കാസർഗോഡ് നിയമസഭ പിന്നെ അവിടെ ജയിച്ച അവരുടെ പേര് കേട്ടാൽ മതി. ഇങ്ങനെയൊക്കെ പറയാമോ ഒരു ജനാധിപത്യ രാജ്യത്ത്? അല്ല, വർഗീയ പാർട്ടി BJP ആണെന്ന് പറയുകയും ചെയ്യുന്നു. അതേസമയം BJP എടുക്കൂ. BJP നിങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരിൽ നിന്ന് കൊട്ടിഘോഷിച്ച് വന്ന ആരോപണങ്ങളെല്ലാം നിരർത്ഥകമാണെന്നൊരു തെളിവ് ഞാൻ പറയാം. ഇന്ത്യയിൽ ഇപ്പോൾ നിങ്ങൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എടുക്കുക, അല്ലെങ്കിൽ മൈനോറിറ്റി കമ്മ്യൂണിറ്റി, അതാണല്ലോ ഇവരുടെ ടാർഗറ്റ്. ഇന്ത്യയിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കെതിരെയും മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്കെതിരെയും വന്ന എല്ലാ നിയമങ്ങളും കൊണ്ടുവന്ന് കോൺഗ്രസ് സർക്കാരാണ്. അതറിയോ? അതെ, ദാറ്റ് ഈസ് ട്രൂ ഫാക്റ്റ്. നമ്മുടെ മുമ്പിലുള്ള ഗൂഗിൾ അടിച്ചാൽ കാണാം. മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവന്നാരാ? കോൺഗ്രസ് UPA സർക്കാരിൻ്റെ കാലത്താണ്. അത് ഏറ്റുപിടിച്ചുകൊണ്ട് എത്ര പിന്നെ സംസ്ഥാന സർക്കാരുകൾ നടപ്പാക്കി. ബീഫ് നിരോധിച്ചത് BJP ആണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നോ, അത് കോൺഗ്രസ് സർക്കാരുകളാണ് ബീഫ് നിരോധിച്ചത്. എന്നിട്ട് ഇതെല്ലാം BJP തലയിലേക്ക് വെക്കുക. ഇനി മറ്റൊരു കാര്യം, ഈ വഖഫ് നിയമം കൊണ്ടുവന്നാരാ? വഖഫ് നിയമം പോലെയുള്ള ഒരു മനുഷ്യവിരുദ്ധ കിരാത നിയമം ഈ ഭൂമിയിൽ എവിടെയും രാജ്യത്തുണ്ട്? തൻ്റെ അടുത്തോട് ഞാൻ ആ വിഷയം വന്നു മാതൃഭൂമിയിൽ പോകാനുള്ള ചാനലിൽ ഞാൻ പ്രതികരിച്ച അന്ന് എനിക്കൊരു താക്കീത് വന്നു, ഇനി പാർട്ടി പറയാതെ ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് പോരുന്നു. ഞാൻ എന്നെ ഒരു വിലയും കൽപ്പിച്ചില്ല. കാരണം ഞാൻ ഇവരുടെ വ്യക്തമല്ലല്ലോ. എൻ്റെ നിലപാട് ഞാൻ ആദ്യം പോലും, ഞാനാണ് ഒരു ചാനലിൽ ഇരുന്നുകൊണ്ട് ചരിത്രം മുഴുവൻ പറഞ്ഞത്. ഫസ്റ്റ് ഡേ മാതൃഭൂമി ചാനലിൽ 1950 ജവഹർലാൽ നെഹ്റുവിൻ്റെ സർക്കാരാണ് ഇന്ത്യയിൽ വഖഫ് നിയമം കൊണ്ടുവരുന്നത്. ഈ മുസ്ലിം വഖഫ് ബോർഡ് എന്ന് പറഞ്ഞ ആ ബോർഡിന് ഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഒരു വഖഫ് ബോർഡിൽ ഈ നിയമം അടിച്ചേൽപ്പിക്കുന്നത്. 1995 നരസിംഹറാവു സർക്കാരിൻ്റെ കാര്യത്താണ് അത് കുറച്ചുകൂടെ കഠിനമാക്കി. 2013 മൻമോഹൻ സിംഗ് സർക്കാരാണ് ഏത് വ്യക്തിക്കും വഖഫാക്കാമെന്ന് പറഞ്ഞു പറഞ്ഞത്. മറ്റു മുസ്ലിമിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് സുബേഷിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് റെജി ലൂക്കോസ് എന്ന് പറയുന്നത് ഞാൻ ഇതിന് വഖഫ് ബോർഡിൽ സമർപ്പിച്ചാണ്, വഖഫ് ബോർഡിൽ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ കൊടുത്തതെന്ന് പറഞ്ഞ് വഖഫ് ബോർഡിൽ പരാതി കൊടുക്കേണ്ടി വരും. നിങ്ങൾ ഇറങ്ങി കൊടുക്കേണ്ടതെന്ന് പറഞ്ഞത് മാത്രമല്ല, നിങ്ങളുടെ ഭൂമി ആണ് എന്ന് തെളിയിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ ഒരു കോടതിയിലും പോകാൻ അധികാരമില്ല. ഇന്ത്യൻ ജുഡീഷ്യറിയെ സമീപിക്കാൻ പറ്റത്തില്ല. വഖഫ് ബോർഡിൻ്റെ ട്രിബ്യൂണലിനെ മാത്രമേ സമീപിക്കാൻ പറ്റത്തുള്ളൂ. ഇത് ഏതെങ്കിലും അറബ് അനുകൂലമായിട്ട് നിലപാടെടുക്കും ട്രിബ്യൂണൽ, അവർക്കല്ലേ അനുകൂലമാവുള്ളൂ. നമ്മുടെ ജുഡീഷ്യറിക്ക് പോലും സമീപിക്കാൻ പറ്റാത്ത നിയമം കൊണ്ടുവന്നാരാ? അങ്ങനെയാണ്. അതെങ്ങനെയാണ് ഇപ്പോൾ BJP കുറ്റപ്പെടുന്നത്? BJP അത് ആ 2 കോഴ്സും അങ്ങ് എടുത്ത് ദൂരെ കളഞ്ഞു. അപ്പോൾ നമുക്കിപ്പോൾ അറ്റ്ലീസ്റ്റ് ജുഡീഷ്യറിയെ സമീപിക്കാം. ഇനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ വഖഫ് ബോർഡിൻ്റെ സ്വത്ത് എത്ര ഏക്കറാ? 2 ലക്ഷം ഏക്കറേ ഉള്ളൂ. ഇപ്പോൾ 11.5 ലക്ഷം ഏക്കറാണ്. 11.5 ലക്ഷം.
അതെവിടുന്ന് കിട്ടി? ഇന്ത്യയിൽ കർണാടകയിലെ പിന്നെ 10, 12, 16, 17 നൂറ്റാണ്ടുകൾ വഴക്കമുള്ള ക്ഷേത്രങ്ങൾക്ക് അവകാശവാദം ഉന്നയിച്ചു. ഇതിനേക്കാളും ഭീകരമായിട്ട് കർണാടകയിൽ ഉന്നയിച്ചു. 50,000 ഏക്കർ സ്ഥലത്തോളം കർണാടകത്തെ പിടിച്ചെടുത്തു. അത് കോൺഗ്രസിൻ്റെ അന്നത്തെ തലവനും അന്ന് നേതാവ് ഇന്നത്തെ തലവനുമായിരുന്ന മല്ലികാർജ്ജുന ഖാർഗെയുടെ ബിനാമികളാണ് അതിന് നല്ലൊരു സംഘം ഭൂമി വാങ്ങിച്ചിട്ട് അവർ റിയൽ എസ്റ്റേറ്റായിട്ട് മറിച്ചു കൊടുത്തു. കോടാനുകോടികൾ സമ്പാദിച്ചു. ഈ വഖഫ് ബോർഡിന് കൊടുത്തു. വഖഫ് ബോർഡിൻ്റെ സമിതി ഇവർക്ക് വിറ്റു. ഇവർ മറിച്ചടി കൊടുത്തു. ഇത് തന്നെയല്ലേ മുൻപത്തെ പാവങ്ങൾക്കിട്ട് ചെയ്തത്. ഞാൻ ആ നിലപാടിൽ ഉറച്ചു നിന്നു. എനിക്ക് ഒരുപാട് പേരെന്നെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാനെടുക്കും. എൻ്റെ വീട് വേറൊരാൾ വന്ന് ചെയ്ത് ആ ആൾ അത് ഞാൻ ആധാരം എഴുതി എൻ്റെ പേര് രജിസ്ട്രേഷനുള്ള കാലങ്ങളായിട്ട് ഞാൻ താമസിക്കുന്ന വീട് ഒരാൾ വന്നിട്ട് പറയുമായിരുന്നു നിങ്ങളുടെ അല്ല, അല്ലെങ്കിൽ ഒരു ബോർഡ് വന്നിട്ട് നിങ്ങളുടെ അല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. താജ്മഹലിന് അവകാശം ഉന്നയിച്ചില്ലേ? ഇന്ത്യൻ പാർലമെൻറ്റിന് അവകാശം ഉന്നയിച്ചില്ലേ? ഇതെന്തൊരു നാടാണ്. അതാണ് അത് പറയുമ്പോഴാണ് നമുക്ക് ഓർമ്മ വരുന്നത്. കാരണം ഇനി ഈ മൂന്നാമത്തെ ടൈം ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരാണ് ഭരിക്കുന്നത്. അപ്പോൾ ഒരു ഭരണ തുടർച്ചയാണ് വന്നിരുന്നെങ്കിൽ, UPA സർക്കാരാണ് അന്ന് മുതൽ ഇപ്പോഴും ഭരിച്ചിരുന്നെങ്കിൽ ഉള്ള ഇന്ത്യയുടെ അവസ്ഥ, അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റ് മതവിഭാഗങ്ങളുടെ ഒരു അവസ്ഥ പരമദയനീയമായനെ. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ മുമ്പോട്ടുള്ള യാത്ര പോലും പരാജയപ്പെട്ടത്. ഒരു സംശയമില്ല, ഇന്ത്യ വിരുദ്ധരായിട്ടുള്ളൊരു വലിയ വിഭാഗത്തിൻ്റെ വളർച്ചയ്ക്ക് അത് കാരണമായനെ. ഈ നിയമം തന്നെ അതിന് ഏറ്റവും വലിയ തെളിവല്ലേ. ആത്യന്തികമായിട്ട് ഞാൻ 13 വർഷമായിട്ട് ചാനൽ ഡിബേറ്റിലുണ്ട്. ഇന്നുവരെ ഇന്ത്യയായിട്ടുള്ള ബന്ധത്തിൽ വിഷയം വരുമ്പോൾ ഞാൻ ഈ രാജ്യത്തിന് വേണ്ടി വാദിക്കുന്ന ഒരാളാണ്. ആത്യന്തികമായിട്ട് നമ്മൾ രാജ്യക്കാർ ഈ ഇന്ത്യക്കാരനെ ഞാൻ അന്നും ഇന്നും പറയാറുള്ളൂ. അല്ലാതെ അത് ഞാൻ BJP നിന്ന് ഇപ്പോൾ വന്നതിന് ശേഷം ഒന്നുമല്ല എൻ്റെ നിലപാട്. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പാകിസ്ഥാനായിട്ടുള്ള വിഷയങ്ങളാണെങ്കിലും മറ്റെന്ത് വിഷയങ്ങളാണെങ്കിലും ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിനൊപ്പം ഞാൻ നിന്നിട്ടുള്ളൂ. ഇന്ത്യയുടെ സർക്കാരിൻ്റെ നയങ്ങളെ ഞാൻ എതിർത്തിട്ടുണ്ട്. പക്ഷേ രാജ്യത്തിന് എതിർക്കില്ല. കാരണം ഞാൻ പട്ടാളക്കാരുടെ കഷ്ടപ്പാടുകളൊക്കെ പുങ്കാ ബോർഡിൽ വരെ ഞാൻ പോയിട്ടുണ്ട്. വാഗാ ബോർഡല്ല, കാശ്മീർ ഞാൻ പോയി കണ്ടിട്ടുണ്ട് അവരുടെ വിഷമങ്ങൾ. ഒരു പട്ടാളക്കാരൻ കണ്ടാൽ ഇന്നും ഒരു പട്ടാളക്കാരൻ കണ്ടാൽ ഞാൻ എഴുന്നേറ്റിരിക്കും. കാരണം നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ജീവൻ സംരക്ഷിക്കുന്ന അവരെയല്ലേ നമ്മൾ ആദ്യമായിട്ട് മാനിക്കണ്ടേ? അതെ, അവരല്ലേ നമ്മുടെ സംരക്ഷകർ. ഞാനത് ആ നിലപാട് എൻ്റെ ചെറുപ്പം മുതൽ എൻ്റെ ചാനൽ ഡിബേറ്റിലെല്ലാം ഞാൻ നിലപാടെടുത്തു. പലപ്പോഴും സങ്കടം തോന്നിയിട്ടുണ്ട്. കാരണം ഇവിടെ ഓപ്പറേഷൻ സിന്ദൂറൊക്കെ വന്നപ്പോഴും പഹൽഗാം ആക്രമണം വന്നപ്പോഴും ഒക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഈ നമ്മുടെ ഒരു പ്രശസ്ത മാധ്യമപ്രവർത്തകൻ തന്നെ അത് വലിയൊരു ഇഷ്യൂവിലൊക്കെ പോയിട്ടുണ്ടല്ലോ. അതുപോലെ ഇടതുപക്ഷ സൈബർ സഹാക്കൾ, വലതുപക്ഷ സൈബർ ആൾക്കാർ ഒക്കെ വളരെ മ്ലേച്ഛമായിട്ടാണ്, അല്ലെങ്കിൽ അപമാനിക്കുന്ന തരത്തിലാണ് ഈ പട്ടാളക്കാരെ പോലും ആക്ഷേപിക്കുന്നത് എന്നുള്ളതാണ്. അതെന്താ അറിയുക, മലയാളിക്കൊരു കുഴപ്പമുണ്ട്. അവൻ ഈ പട്ടാളക്കാരൻ്റെ അനുഭവങ്ങൾ എന്നാന്നും ഭീഷണി എന്താണെന്നും ഒരു വെടി പോലും കേൾക്കാത്ത സംസാരമാണ്. ഇവിടെ കിടന്ന് ഇവരെ ഇങ്ങനെ പുച്ഛിക്കും. ഇവൻ ഈ പഞ്ചാബിലും അതുപോലെയുള്ള ഉത്തരേന്ത്യയിലെ പല അതിർത്തി പ്രദേശങ്ങളിലും ഉള്ള മലയാളികളോട് ചോദിക്കേ, അവർ ഭക്ഷണം പാചകം ചെയ്തുപോലെ അതിർത്തിയിലെ പട്ടാളക്കാർക്ക് കൊണ്ട് കൊടുക്കും. കാരണം ഞാൻ നിങ്ങളോടൊരു ഉദാഹരണം പറയാം. പുങ്ക എന്ന് പറഞ്ഞൊരു ബോർഡറുണ്ട്, പുങ്ക ബോർഡർ ഹൗസ്. അതെൻ്റെ വീഡിയോ ഞാൻ ഇതിനെക്കുറിച്ച് മംഗളത്തിൽ എഴുതിയതാണ്. അതും ഞാൻ താങ്കൾക്ക് അയച്ചു തരാം. മംഗളത്തിൽ ഞാൻ അതിനെക്കുറിച്ച് എഴുതിയതാണ് സപ്ലിമെൻറ്റിൽ. ജലന്ധറിൽ ഒരു പുരോഹിതൻ എൻ്റെ ഫ്രണ്ടുണ്ട്. അപ്പോൾ ഞാനൊരിക്കൽ ജലന്ധറിൽ ഒരു ക്രിസ്മസ് ഡൽഹൗസി പോകാം, ഞാൻ 2 പ്രാവശ്യം ഡൽഹൗസി പോയതാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, റിജി നമ്മളല്ലേ ഈ പുങ്ക ബോർഡറൊക്കെയാണല്ലോ പറയണേ, സിവിലിയൻസിന് അധികം പ്രൊഫഷണലില്ലാത്തൊരു ബോർഡറുണ്ട്. ലാഹോറുമായിട്ട് ഏറ്റവും അടുത്ത് പാകിസ്ഥാൻ, നമ്മുടെ ഈ പഞ്ചാബിൻ്റെ വയലേലകളുടെ നടുവിലുള്ളൊരു ബോർഡറുണ്ട്. ആ പുങ്ക ബോർഡറിൽ നമുക്കത് പോകാം, നിനക്കത് എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഒരു ബ്രിഗേഡറുമായിട്ട് പരിചയപ്പെട്ടു. അദ്ദേഹം തന്നെ കണക്ട് ചെയ്ത് ഞങ്ങളെ അവിടെ കൊണ്ടുപോയി. അപ്പോൾ ഇതിങ്ങനെ നോക്കത്തോ ദൂരത്ത് വയലുകളാണ്, നമ്മൾ കുട്ടനാട് പോലെ കാണുന്നത്. അതിന് നടുവിലൂടെയാണ് ഈ ഫെൻസിങ്, നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ കമ്പിവേലി. അവിടെ മാത്രം മണ്ണിട്ട് പൊക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പാകിസ്ഥാൻ പട്ടാളത്തിൽ നമ്മളെ കാണാം. അതുകൊണ്ട് നമ്മളെ ഒരു 2 നമ്മുടെ ഇന്ത്യൻ പട്ടാളക്കാരൻ്റെ ഒപ്പമാണ് കൊണ്ടുവന്നത്. ആ പടമൊക്കെ കാണിക്കാം. അവിടുത്തെ ഈ ഇത് നമ്മുടെ ഈ അള്ളറകളിലൊക്കെ ഉള്ള എല്ലാം ഞാൻ കാണിക്കാം. അവിടെ ചെന്നു. ക്യാപ്റ്റൻ ശർമ്മ എന്ന് പറഞ്ഞ ഒരാളാണ് ഞങ്ങളെ സ്വീകരിച്ചു. അദ്ദേഹത്തിനൊരു ക്രിസ്മസ് കേക്കൊക്കെ കൊടുത്തു. അപ്പോൾ ആ ബോർഡർ ഹൗസിൻ്റെ തൊട്ട് ബാക്കിലൂടെയാണ് ഈ ബോർഡർ കടന്നു പോകുന്നത്. നോക്കുമ്പോൾ നമുക്ക് കാണാം അവിടെ 9 കിലോമീറ്റർ അപ്പുറമാണ് ലാഹോർ. അത് നമുക്ക് കാഴ്ച കിട്ടുന്നില്ല, പക്ഷെ നിരപ്പായ വയലാണ്. ബൈനോക്കറിലൂടെ നമുക്ക് പാക് പട്ടാളത്തിൻ്റെ ഇതെല്ലാം കാണാം. കാരണം അവർക്ക് പട്ടാളക്കാർ അടുത്തുള്ളതുകൊണ്ട് നമ്മൾ ഉപദ്രവിക്കാൻ ചെല്ലുന്നതെല്ലാം അറിയാം. ഒരു 100 മീറ്റർ, 100 ഒരു 10-60 മീറ്റർ അപ്പുറത്തെ ലൈൻ ഓഫ് കൺട്രോൾ അപ്പുറത്തുമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പം ഞാൻ ഈ ശർമ്മയോട് ചോദിച്ചു, സാർ നിങ്ങളെങ്ങനെ ഇവിടെ ഉറങ്ങുന്നു രാത്രി? നമ്മുടെ അതിർത്തിയല്ലേ, നമ്മളങ്ങ് ഉറങ്ങും. ചിലപ്പോൾ ഈ വെടിയൊക്കെ വരും. അവിടെ പിന്നെ അധികം വലിയ ആക്രമണമൊന്നുമില്ല. ഞങ്ങൾ എന്നതിൻ്റെ 2 മാസം മുമ്പ് 2 ഇന്ത്യൻ കർഷകരെ പാകിസ്ഥാൻ്റെ ബോർഡറിൽ നിന്ന് വെടിവെച്ച് വന്നു. നമ്മുടെ സൈന്യം തിരിച്ചടിച്ചു, 90 എണ്ണത്തിന് തട്ടി. ഇതൊന്നും വാർത്ത വരത്തില്ല. പൊതുവേ അവിടെ സംഘർഷമുള്ള ഒരു മേഖലയല്ല. അതിന് ഞങ്ങളങ്ങ് പോകുന്നതിന് 1 കിലോമീറ്റർ മുമ്പ് മലയാളി കന്യാസ്ത്രീ നടത്തുന്ന ഒരു ഹൈസ്കൂളുണ്ട്.
ഇന്ത്യയായിട്ട് യുദ്ധം നടക്കുമ്പോഴില്ല ഈ ഹൈസ്കൂളിലാണ് നാട്ടുകാരെ കൊണ്ട് പാർപ്പിക്കുന്നത്. ഞാൻ അവരെ കണ്ട് സത്യത്തിൽ സല്യൂട്ട് അടിച്ചു. ഈ മനുഷ്യരൊക്കെ ഈ ആർമിയെക്കുറിച്ചൊക്കെ കുറ്റം പറയുന്നവർ ഈ രാജ്യത്തിൽ ശത്രുക്കളാണ്. നിങ്ങളെൻ്റെ ഫേസ്ബുക്ക് എടുത്ത് നോക്കിയോ, ഇവിടുത്തെ ഏതെങ്കിലും ഈ സിന്ദൂർ നടന്നപ്പോഴെല്ലാം എൻ്റെയൊക്കെ എഴുത്തിൽ ഈ രാജ്യത്തിനോടൊപ്പം നിൽക്കുകയുള്ളൂ. കാരണം നിങ്ങളൊരു പാകിസ്ഥാനിയല്ലേ, നിങ്ങളൊരു ഇന്ത്യക്കാരനാണെന്നുള്ളത് അഭിമാനത്തോടെ ലോകത്തിൽ പറയാം. ഈ രാജ്യം ലോകത്തിന് നൽകിയ സന്ദേശങ്ങൾ, ഈ രാജ്യം നൽകിയിരിക്കുന്ന ചരിത്രപരമായിട്ടുള്ള സംഭാവനകൾ ലോകത്തിന്, അങ്ങനെ ഒരു രാജ്യം ഇന്ത്യയിൽ ലോകത്ത് വേറെ ഇല്ല. എന്ത് സംഭാവന ചരിത്രാതീതമായിട്ട് അമേരിക്കയ്ക്കുള്ളത്? ചരിത്രാതീതമായിട്ട് ഒരു അന്ധവിശ്വാസങ്ങൾ ഉണ്ടാക്കിയ ഗ്രീസ് പോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളല്ലാതെ കൊണ്ട് മെഡിസിൻ പോലും ആയുർവേദ മെഡിസിൻ കണ്ടുപിടിച്ചു. ഏതാണ്ട് 4500 വരുന്ന ഭാഷ സംസാരിക്കുന്നവരും അതിനോടടുത്ത് വരുന്ന വിവിധ രീതിയിലുള്ള ജാതി മതങ്ങളും അടങ്ങുന്ന വൈവിധ്യമാർന്ന ഈ രാജ്യം എന്ന് പറയുന്നതിനോടത്തോളം സുന്ദരമായ രാജ്യത്ത് നിങ്ങൾക്ക് ലോകത്തോടെ കാണാൻ പറ്റുമോ? 10 രാജ്യം ഞാനും യാത്ര ചെയ്തിട്ടുണ്ട്. സൗന്ദര്യത്തിൽ അവർ ചിലപ്പോൾ ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ടാക്കിയേക്കാം. അത്ര ഇതിനെല്ലാം ഒന്നിച്ചു കൊണ്ടുപോകുന്ന ആയാമൻ ഇന്ത്യ, ഞാനൊരു ഭാരതീയൻ എന്ന് പറയുന്നതിൻ്റെ ഒരു അഭിമാനം. നിങ്ങൾ ലോകത്തിൽ എവിടെയെങ്കിലും ഒരു രാജ്യത്ത് പോയാൽ, ഇപ്പം സുമേഷൊക്കെ യാത്ര ചെയ്തിട്ടില്ലേ, നമ്മുടെ മനസ്സിൽ തോന്നത്തില്ലേ? തീർച്ചയായിട്ടും ഞാനൊരു ഇന്ത്യക്കാരനാണ്, നമുക്ക് പോകാൻ പറ്റും. എനിക്കത് തോന്നാറുണ്ട്. എനിക്ക് തോന്നാറുണ്ട്. അതായത് നമ്മൾ പോകാൻ പറ്റാത്ത രാജ്യങ്ങൾ പോലും നമുക്കിപ്പോൾ ഒരു ഇതിനകത്ത് കാണാം എല്ലാവരും വികസനങ്ങൾ, ഗതാഗതത്തിലുള്ള മാറ്റം എല്ലാം കാണാൻ പറ്റും. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഇടതുപക്ഷം, ഞാൻ ഇടതുപക്ഷത്തിനെ തന്നെ പറയുന്നത് ഒരു പക്ഷേ അവരെ കുറ്റപ്പെടുത്താനല്ല, എനിക്കൊരു ബോധ്യമുണ്ട്. അതായത് ഇടതുപക്ഷം കമ്മ്യൂണിസം നിലനിൽക്കുന്ന ഒരു നാടും രക്ഷപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ വായിച്ചറിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ്, കാരണം ഇനിയിപ്പോൾ കമ്മ്യൂണിസത്തെ ഇടതുപക്ഷത്തെ നയിച്ചു കൊണ്ടുപോകാൻ പറ്റിയ ഒരു നേതാവ് നമ്മുടെ നാട്ടിലില്ല. അപ്പോൾ അതിൻ്റെ അവസാന ഘട്ടം എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ ഇടതുപക്ഷത്തിലെ വലിയൊരു വിഭാഗം അണികളും ഈ കേരളം വിട്ടുപോലും പുറത്തു പോകാത്ത ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടല്ലേ അവർക്ക് ഇങ്ങനെയൊക്കെ ഇതൊക്കെ പറയാം? അല്ല, കേരളം വിട്ടു പോകാത്ത ആൾക്കാരാണെന്നുള്ളതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഇടതുപക്ഷ അനുകൂലികളും ഒക്കെ വിദേശ രാജ്യങ്ങളിൽ പോകുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞ ഉദാഹരണം പറയാം, ചിന്തിക്കുന്നുണ്ട്. അല്ലല്ല, അതിലേക്ക് ഞാൻ വരുന്നത്. സുരേഷ് ചോദ്യത്തിനകത്ത് അങ്ങനെ ഒരു അർത്ഥമുണ്ട്. ഉദാഹരണത്തിന്, നിങ്ങൾ ലോകത്തിൽ മലയാളി എവിടെയുണ്ടോ അവിടെയെല്ലാം കോൺഗ്രസിൻ്റെ ചെറിയ അനുഭാവികളുടെ കൂട്ടായ്മയുണ്ട്, ഓരോ നാടിൻ്റെ പേര് കൂട്ടായ്മയുണ്ട്, ഓൾ ടുഗദർ മലയാളികളുടെ കൂട്ടായ്മയുണ്ട്. അതിൽ ഇടതുപക്ഷ ചിന്താധികാരുണ്ട്, വലതുപക്ഷ ചിന്താധികാരൊക്കെ ഉണ്ട്. കാരണം ഇവന് ഇവിടുന്ന് ചുവന്നുകൊണ്ട് പോകുന്ന അവൻ്റെ ആശയം അവൻ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുക. അതാണല്ലോ ഈ പേക്കൂത്തുകളുമായിട്ട് വിദേശത്ത് പലരും പോകുന്നത്. പക്ഷേ അവരിൽ മാറ്റം വന്നു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ല, ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് മാറിയതിൻ്റെ അന്ന് എനിക്ക് വന്ന ഫോൺ കോൾ, എൻ്റെ സുഹൃത്തിനെ പരിചയപ്പെടുത്താം, അദ്ദേഹത്തിനോട് ചോദിച്ചു. അന്ന് എനിക്ക് വന്ന ഫോൺ കോളുകളിൽ 90% വിദേശ മലയാളികളിൽ അതിൽ 90% ഇടതുപക്ഷ അനുഭാവികളാണ്. ഞാനിത് പറയാൻ കാരണം, നമ്മുടെ തലസ്ഥാനത്തൊക്കെ പാർട്ടി പരിപാടികൾ നടക്കാറുണ്ടല്ലോ. അപ്പോൾ പല മേഖലകളിൽ നിന്നും ആൾക്കാരൊക്കെ വരാറുണ്ട്. അപ്പോൾ ഞാൻ പലപ്പോഴും അവരൊക്കെ കൗതുകത്തിന് വേണ്ടി അവരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരാകെ അവരുടെ വീട് വിട്ട് വരുന്നത് ഇതുപോലുള്ള പാർട്ടി പരിപാടികൾക്ക് മാത്രമാണ്. അവർക്ക് ഒരുപക്ഷെ അടുത്ത ജില്ലകളിൽ പോലും പോകാത്ത ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള അണികളെ ബ്രെയിൻ വാഷ് ചെയ്ത് ആ ഒരു കവചത്തിൽ കൊണ്ടുപോയല്ലേ? അല്ല, സുമേഷ് ചോദ്യത്തിന് പ്രസക്തി കുറവില്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇപ്പോഴും അങ്ങനെയുള്ള ആളുകൾ കൂടുതലുണ്ട്. അവരെ സംബന്ധിച്ചോളം അവർക്കൊരൊറ്റ കോൺസെപ്റ്റേ ഉള്ളൂ, ഈറ്റിംഗ്, ബ്രീത്തിങ്, സ്ലീപ്പിംഗ് ഓൺ കമ്മ്യൂണിസം. അതിനിപ്പോൾ കോൺഗ്രസ്സുകാരാണല്ലോ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ മനസ്സുകൊണ്ടിരാത്ത നേതാക്കന്മാർ കോൺഗ്രസിൻ്റെ വിട്ടുതരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിനെ ന്യായീകരിച്ച് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഏറ്റവും ബുദ്ധി വികസിക്കാത്തതെന്ന് ഞാൻ പറഞ്ഞാൽ അവർ തെറ്റായിട്ട് പോകും. പക്ഷേ ഏറ്റവും കൂടുതൽ ചിന്താശക്തി ഇല്ലാത്തൊരു വർഗ്ഗം അവർ തന്നെയാണ്, കോൺഗ്രസ് തന്നെയാണ്. അവർക്ക് തന്നെയാണ്. അവർക്ക് എന്ത് വിളിച്ചു പോകാൻ പറ്റും? അപ്പോൾ ഇതൊരു വലിയ ചോദ്യമാണ്. പക്ഷേ നിങ്ങളൊരു നല്ല ഫോൺ ഒരു ദിവസം ട്രെയിനിങ് കൊടുത്തത് എങ്ങനെയാണ് കാണേണ്ടത്, ഇതെങ്ങനെയാണ് സോഷ്യൽ മീഡിയ നോക്കണ്ടേ, അതെങ്ങനെയാണ് വായിക്കണമെന്ന് ഒരാൾക്ക് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം പോലെ അവൻ ഇതിൽ നിന്നെല്ലാം മാറും. കാരണം ഇതിനകത്തെല്ലാം ഉണ്ട് യാഥാർത്ഥ്യങ്ങൾ. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ അവസാന യാത്ര നടത്തിയത് കാലിന് ചെറിയൊരു പരിക്ക് പറ്റിയിരിക്കും. അതിന് മുമ്പ് യാത്ര നടത്തി എത്യോപ്യ വിശാലമായിട്ട് യാത്ര ചെയ്തു. എത്യോപ്യയിൽ ഞാൻ കണ്ട, എത്യോപ്യ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്കറിയാമല്ലോ അവികസിതമായ രാജ്യങ്ങളാണുള്ള. അതിൽ സൗത്ത് ആഫ്രിക്ക, ബോട്സ്വാന പോലെ രാജ്യങ്ങളാണ് സമ്പന്നമായിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ നൈജീരിയൊക്കെ ഉണ്ട്. എത്യോപ്യയെക്കുറിച്ച് അവർക്കൊരു സ്വന്തമായൊരു പോർട്ട് പോലുമില്ല. ആ രാജ്യത്തെ എൻ്റെ കണ്ണിൽ കണ്ട രാജ്യങ്ങൾ ഇപ്പോഴും അതിനകത്ത് വികസിക്കാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഞാൻ സമ്മതിച്ചു. അവിടെയുമുണ്ട് നല്ല റോഡുകൾ, അവിടെയും മോഡേണായിട്ട് ജീവിക്കുന്നവരുണ്ട്. വൈകുന്നേരം ക്ലബ്ബിൽ പോയി ഡാൻസ് ചെയ്ത് ജീവിതത്തെ ആസ്വദിക്കുന്ന, നന്നായിട്ട് ഇംഗ്ലീഷ് സ്പീച്ച് ചെയ്ത് കുട്ടികളുണ്ട്. അപ്പം നമ്മുടെ ഇവിടുത്തെ വികസനം എന്ന് പറഞ്ഞ് കൊട്ടിക്കൊഴിക്കുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? അതാണ് ഞാൻ ഈ കമ്പയർ ചെയ്തത്. ഈ വിദേശ മലയാളികളൊക്കെ ഉള്ളൊരു സംസ്ഥാനമല്ലേ ഇന്ത്യ, അല്ല കേരളം. ഈ കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ പൈസ അയക്കുന്നവരാ വിദേശികൾ തന്നെ. 2.5 ലക്ഷം ഇപ്പം ഒരു വർഷം വരുന്നത്. അവർക്ക് മനസ്സുകൊണ്ട് മാറ്റം വന്നു. അതാണല്ലോ ഇതിപ്പം ഒരു തെളിവുകൾ. നിങ്ങൾ സർവേ എടുത്ത് നോക്കി വിദേശ മലയാളികളിൽ
നേരത്തെ ഈ CPM-ൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ ചിന്താഗതിക്കാർ ആയിരുന്ന അവരിൽ പലരും ഒരു 60 മുതൽ 70% ഇപ്പോൾ ഇതിനെ ഉപേക്ഷിച്ച് കഴിഞ്ഞു. കാരണം ഇന്ത്യക്ക് വന്ന ഈ അഭിമാന നേട്ടം, ഞാനൊരു ഇന്ത്യക്കാരനാണെന്നുള്ള പറയുമ്പോൾ യു ആർ ഫ്രം ഇന്ത്യ, ദ ഗ്രേറ്റ് കൺട്രി എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ അവൻ അഭിമാനമല്ലേ? ആ മാറ്റം അവർ തന്നെ ഇങ്ങോട്ട് വിളിച്ച് പറയും. ഈ ചെറുപ്പക്കാർ പിള്ളേരൊക്കെ അവിടെ പോയിട്ട് നാട്ടിലേക്ക് വിളിച്ച് പറയും, നമ്മളെ ചുമ്മാ കളിപ്പിക്കരുത്, ഇതൊക്കെ കണ്ടു നോക്കേ, ഇവിടെ ഒരു പാത്രം കഴുകി ജീവിക്കുന്നതിന് അന്തസ്സുണ്ട്. അതെ, അമേരിക്കൻ പ്രസിഡന്റ് ആണെങ്കിലും അവൻ വേണമെങ്കിൽ ഗ്യാസ് സ്റ്റേഷൻ ജോലി ചെയ്യും. 15-16 വയസ്സ് കഴിഞ്ഞാൽ പിള്ളേർ സെൽഫ് സഫീഷ്യൻ്റാണ്. ഇവിടെയോ? ഇവിടെ മറ്റവനെ കുറ്റവും പറഞ്ഞ് കല്ലും ബസ്സിനിട്ട് കല്ലെറിഞ്ഞും പിന്നെ നന്നായി വരുന്നവനെ എല്ലാം തെറിയും വിളിച്ച് അവിടെ സാമ്രാജ്യത്തെ മുതലാളിത്ത വാക്കുകളൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഇനി ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ജൻസിയെ കിട്ടുമോ? കിട്ടില്ല. ഇത് പ്രായം ചെന്ന ആളുകളിലേക്ക് സ്വാധീനിച്ചു. അതായത് ഈ പലർക്കും ഈ പാർട്ടി വിട്ട് ഈ ഒരു ചട്ടക്കൂടിൽ നിന്ന് പുറത്തു വരണമെന്ന് ആഗ്രഹമുണ്ട്. അതവരെ മുൻപ് പിന്തിരിപ്പിച്ചുകൊണ്ടിരുന്നത് TP ചന്ദ്രശേഖരൻ്റെ മുഖമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ താങ്കൾ വന്നതിന് ശേഷം പലരും വന്നു. ഇപ്പോൾ രാജേന്ദ്രൻ വന്നു. അപ്പോൾ രാജേന്ദ്രനെതിരെ മണി നടത്തിയ കൊലവിളി പ്രസംഗം അത് താങ്കൾ കണ്ടതാണ്. അപ്പം അതൊരു മുന്നറിയിപ്പല്ലേ? അത് പലരെയും വീണ്ടും പിന്തിരിപ്പിക്കുകയല്ലേ? ഒരിക്കലുമില്ല. കാരണം ഈ CPM എന്ന് പറഞ്ഞ പാർട്ടി 36-37 വർഷം ഞാനൊപ്പം ഉണ്ടായിരുന്നൊരു പാർട്ടിയാണ്. ആ രാഷ്ട്രീയ പ്രസ്ഥാനം അപകടത്തിലേക്ക് ജനങ്ങളിൽ നിന്ന് അകലുവാണ് ഈ മണിയെപ്പോലുള്ളവർ. ഈ മണി എന്ന് പറയുന്ന വ്യക്തി സത്യം പറയുകയാണെങ്കിൽ അയാളെ നിയമപരമായി നടപടി സ്വീകരിക്കേണ്ട. പണ്ട് അയാൾ പറഞ്ഞു 1, 2, 3 ഒന്നിനെ കൊന്നു, ഒരു മനുഷ്യൻ നില ഒന്നെന്ന് പറഞ്ഞാൽ വെറും നികൃഷ്ടജീവി. ഒന്നിനെ തല്ലിക്കൊന്നു, ഒന്നിനെ കുത്തിക്കൊന്നും, ഒന്നിനെ വെടിവെച്ചു എന്ന് പറഞ്ഞു അല്ലേ? ആ മനുഷ്യൻ ഇന്നലെ ഞാനൊരു യൂട്യൂബിൽ കണ്ടു, വേറൊരാൾക്ക് ഇൻ്റർവ്യൂ കൊടുക്കുക. ഇന്നലെ ഈ പ്രസംഗത്തിന്, ഈ കഴിഞ്ഞ ദിവസം പ്രസംഗത്തിന് ശേഷം ഇന്നലെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടു. രജനീഷ് എന്നും പറഞ്ഞൊരു ചെറുപ്പക്കാരൻ്റെ ചാനലിൽ ഞാൻ കണ്ടപ്പം ഞാനെന്ന് പറഞ്ഞത് ശരിയാ, അതൊക്കെ സംഭവിച്ചാന്ന് ഇപ്പോഴും അയാൾ പറയുക. അയാൾ മൂന്നാറിൽ പോയി രാജേന്ദ്രനെ നടത്തിയ കൊലവിളി എന്താ? തല്ലിക്കൊല്ലണമെന്നാണ് പറഞ്ഞത്. പക്ഷേ പിന്നെ ചന്ദ്രശേഖരനെ കൊന്ന 51 വെട്ട് കൊന്നപ്പോൾ ഇത്രയ്ക്കും വിപുലമല്ലായിരുന്നു ഈ സോഷ്യൽ മീഡിയയും ഈ അവയർനെസ് ക്യാമ്പുകളും. ഇപ്പോൾ മണി പറഞ്ഞാൽ ആ ഒറ്റ കാരണത്താൽ 10,000-കണക്കിന് ആൾക്കാർ ഈ പാർട്ടിയിൽ നിന്ന് പോകും. കാരണം ഇങ്ങനെയുള്ളവരൊക്കെ ഇനി സഹിക്കാൻ പറ്റുമോ? ഇങ്ങനെയുള്ളൊരു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ മാത്രമേ ജീവിക്കാവുള്ളൂ, വേറെ എങ്കിലും ജീവിക്കാൻ പാടില്ലെന്ന് പറയാൻ ഈ മണി ആരാ? അതെ, 35-36 വർഷത്തോളം ഞാൻ സഹയാത്രികനായിരുന്ന 6-7 വർഷമായുള്ള ഞാൻ മെമ്പർഷിപ്പ് എടുത്തിട്ട് എനിക്ക് തോന്നി ഇത് ശരിയല്ല. എൻ്റെ സ്വാതന്ത്ര്യമല്ല, അതിനുള്ള അനുവാദം ഈ പാർട്ടിയുണ്ട്. ഞാൻ ജനാധിപത്യ രാജ്യമാണല്ലോ, ഉത്തരകൊറിയ ജീവിക്കുന്ന ആളല്ലോ ഞാൻ. ഞാൻ പോന്നു. അങ്ങനെ എത്രയോ പേര് വന്നു. അത് നീ പോകാൻ പാടില്ല, ഇതിനകത്ത് തന്നെ നിൽക്കുള്ളൂ പറ്റുള്ളൂ എന്ന് പറയാനായിട്ട് ആർക്കും അവകാശം? എൻ്റെ പേരൻസിന് ഒരു അവകാശമില്ല. കാരണം എൻ്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം. അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് തട്ടിക്കളയണം, കൊല്ലുകൊല്ലണം, എന്നെ തല്ലിക്കൊല്ലണം എന്നൊക്കെ ഈ മനുഷ്യൻ പറഞ്ഞാൽ ആ മനുഷ്യൻ ഈ പാർട്ടിയുടെ ഒരു കോടാലി തന്നെയാണ്. എൻ്റെ ഉത്തരം അത് തന്നെയാണ്. ഈ പാർട്ടിയെ ഈ തരത്തിൽ അപജയത്തിൽ എത്തിച്ചതിൽ പിണറായി വിജയൻ്റെ പങ്ക് നമുക്കെടുത്ത് പറയാൻ കഴിയില്ല. പക്ഷേ അതോടൊപ്പം തന്നെ പാർട്ടി സെക്രട്ടറിയായ MV ഗോവിന്ദൻ അദ്ദേഹത്തിന് അണികളെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ഒരു കാര്യത്തെ വ്യക്തമായി പൊതുസമൂഹത്തിനെയോ അണികളെയോ ബോധ്യപ്പെടുത്താനോ ഉള്ള ഒരു കഴിവില്ല. കാരണം വായ തുറന്നു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് മണ്ടത്തരങ്ങളോ അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇങ്ങനെയാണ് ഒരുപാട് പാർട്ടി ഒരു പ്രഗത്ഭരായ പിന്നെ സഖാക്കളിരുന്നൊരു പദവിയാണത്. എന്താണ് അങ്ങനെ ആ ഒരു? അതെന്താ വെച്ചാൽ ഞാൻ വ്യക്തിപരമായിട്ട് ഒരാളെ ആക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. മണിയെക്കുറിച്ച് പറഞ്ഞത് കറണ്ടായിട്ടുള്ള റിലവൻസ് ആയ കാര്യമാണ് മണിയാശാൻ. അല്ല, പിണറായി വിജയൻ്റെ ഒരു കോടാലി കൈയായി പാർട്ടി സെക്രട്ടറി പ്രവർത്തിക്കുന്നു എന്നൊരു ആരോപണമുണ്ട്. അല്ല, അതിനേക്കാൾ ഇവരായിട്ട് എനിക്കൊരു മറുപടി എന്ന് വെച്ചാൽ ഈ ഗോവിന്ദ മാഷെ പോലുള്ളവർക്ക് പറ്റുന്ന അബദ്ധം, ഗോവിന്ദ മാഷൊക്കെ കാലത്തിനനുസരിച്ച് മാറാനോ അപ്ഡേഷൻസ് മനസ്സിലേക്ക് കൊണ്ടുവരാനോ തയ്യാറാകാതെ കൊണ്ട് അദ്ദേഹം പഠിച്ച കളരിയിൽ നിന്നും പഠിച്ച വാക്കുകൾ തന്നെ ഇപ്പോഴും പറയുന്നതിന് ഗതികേടാണ് ഇപ്പോൾ സുമേഷ് എൻ്റെ ചോദിച്ചൊരു ചോദ്യത്തിന് മറുപടി. ഗോവിന്ദ മാഷൊക്കെ ഈ ലോകം മുന്നോട്ട് പോകുന്ന അറിയുന്നില്ലെന്ന് എനിക്കിപ്പോൾ അദ്ദേഹത്തിനോടൊക്കെ സഹതാപമാണ്, സങ്കടമാണ് വരുന്നത്. കാരണം അദ്ദേഹം പറയുന്നതാണ് ശരി. 10-60-70 വർഷങ്ങൾക്ക് മുമ്പ് തലേ വെച്ച കാര്യമാണ് ഇപ്പോഴും പറയുന്നത്. ലോകം മുന്നോട്ട് തളിപ്പറമ്പിൽ നിന്ന് പിന്നെ കണ്ണൂരിലേക്കുള്ള റോഡേലും വീതി കൂടി എന്ന് പോലും പുള്ളി അറിഞ്ഞിട്ടില്ല. അറിഞ്ഞെങ്കിൽ ഇങ്ങനെ പറയുമോ? അതെനിക്ക് അതിൽ കൂടെ ഒന്നും പറയാനില്ല. ഒറ്റ ചോദ്യം കൂടി ചോദിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. മറ്റ് പാർട്ടികളിൽ നിന്ന് BJP-യിലേക്ക് വരുന്നവർ സ്ഥാനമോഹികളാണെന്നും പക്ഷേ BJP ആ പാർട്ടിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇവരെ അവഗണിക്കുകയാണ് എന്നുമുള്ള ഒരു ആരോപണം അത് ഈ പാർട്ടിയിലേക്ക് BJP-യിലേക്ക് പോയവരല്ല മറ്റു ചിലരൊക്കെ ഉന്നയിക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഒരു ഫാക്റ്റ്? അവരുടെ ഗതികേട് കൊണ്ട് പറയുന്നത്. കാരണം എന്താ പറയുമോ, അവരൊരു ചട്ടക്കൂടിൽ ഒതുങ്ങി ഇതിന് പുറത്തേക്ക് പോകുന്നതെല്ലാം മുടിഞ്ഞു പോകുന്ന അവരുടെ ധാരണ. എന്നാൽ ഇവരുടെ കാലിനടിയിൽ നിന്ന് ഉറുമ്പ് കയറി ഇവരെ അരിക്കാതെ ഇവർ അറിയുന്നില്ല. ഇപ്പോൾ പത്മജ വേണുഗോപാൽ ഈ പാർട്ടിയിൽ നിന്ന് മാറി.
പാർട്ടിയിൽ നിന്ന് മാറിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ കൊലവിളി നടത്തി തന്തയ്ക്ക് വിളിച്ചു. അതിലേക്ക് ഞാൻ പോകുന്നില്ല. അത് CPM കാരനല്ല, അയാളിപ്പോൾ ഇന്ന് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പത്മനാഭ വേണുഗോപാൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ അസംതൃപ്തിയാണെന്ന്? പറഞ്ഞിട്ടുണ്ടോ? BJPയിലേക്ക് ചേർന്ന ഏതെങ്കിലും ഒരു നേതാവ്, അറിയപ്പെടുന്ന നേതാവ് ഞാൻ അസംതൃപ്തനാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെ പദവി അധികാരം മോഹിച്ച് അക്കരെ പച്ച തേടി പോവുകയാണെന്ന് അവൻ ചിലപ്പോൾ ബുദ്ധിമുട്ടും. കാരണം അറിയോ, ഇതൊരു ജനാധിപത്യ പാർട്ടിയാണ്. കഴിവനുസരിച്ചുള്ള അംഗീകാരം ആ പാർട്ടി തന്നെ കൊടുത്തോളും. അതിന് 100 ഉദാഹരണമുണ്ട്. 120 കോൺഗ്രസിൻ്റെ MP മാർ ഇപ്പോൾ ലോക്സഭയിൽ BJPയുടെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആസാമിനെക്കുറിച്ച്, ആസാമിൻ്റെ മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ 2ാം ടേമിൽ അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. 3ാം ടേമിലേക്ക് വരുന്നു. അദ്ദേഹം കോൺഗ്രസിന് അറിയപ്പെടുന്ന നേതാവായിരുന്നു. രാഹുൽ ഗാന്ധി ആക്ഷേപിച്ച് വിട്ടതാണ്. അതുപോലെ തന്നെ വിജയരാജ് സിന്ധ്യയുടെ മകൻ ഇന്ന് കേന്ദ്രമന്ത്രിസഭയിൽ അംഗമാണ്. അങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേവലം പ്രാദേശിക തലത്തിൽ പ്രവർത്തിച്ച് മുന്നോട്ട് വന്ന് മിടുക്കാനായിട്ട് 45ാമത്തെ വയസ്സിൽ ഒരു മനുഷ്യൻ ഇന്ന് BJPയുടെ ദേശീയ പ്രസിഡൻ്റായിട്ട് ഇരിപ്പെടുന്നുണ്ട്. ഹീസ് ഫ്രം ബീഹാർ ഐ തിങ്ക്. അദ്ദേഹത്തിന് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ എവിടെ നിന്നും കൊണ്ടുവന്നാണോ ഇങ്ങനെ വന്നതാണ്. അപ്പോൾ അർഹതപ്പെട്ടവന് കഴിവുണ്ടെങ്കിൽ അവൻ അവിടെ തന്നെ പ്രവർത്തിക്കും. പിന്നെ ഒരു പാർട്ടിക്ക് എല്ലാവരെയും ബോർഡ് മെമ്പർമാരായി കഴിഞ്ഞാൽ താഴെ എവിടെയും പ്രവർത്തിക്കും. പക്ഷേ ആ അണികൾക്ക് ഇവർ കൊടുക്കുന്ന സ്നേഹവും വാത്സല്യവും ഇവർ കൊടുക്കുന്ന സംരക്ഷണവും പോലൊരു ഒരൊറ്റ രാഷ്ട്രീയ കക്ഷി ഇന്ത്യയിലില്ല. അപ്പോൾ ആയാലും സംതൃപ്തനാണ്. എൻ്റെ കൂടെ കുറേ ആളുകളുണ്ട്, എനിക്കുമുണ്ട് അഭിമാനത്തോടെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്ന് തോന്നിയാൽ അതല്ലേ ഏറ്റവും വലിയ തൃപ്തി. ആ സംതൃപ്തി ആണ് ഈ കടന്നു പോയിരിക്കുന്ന ആളുകൾക്കെല്ലാം. ഇപ്പോൾ ഈ ഷോൺ ജോർജും PC ജോർജും ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളാണ്. BJP അധികാരത്തിൽ എത്തുമെന്ന് ഒരു പ്രതീക്ഷയില്ലാതിരുന്ന ഏതാണ്ട് ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ PC ജോർജ് ഇങ്ങോട്ട് വന്നത്. ഏറ്റവും വലിയ ഉദാഹരണം എൻ്റെ നാട്ടുകാരനെ, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിലുള്ള എനിക്ക് ഏറ്റവും റെസ്പെക്റ്റ് ഉള്ള ഒരാളുണ്ട്, ജോർജ് കുര്യൻ. കോട്ടയത്ത് നല്ല സ്വീകരണത്തിൽ അദ്ദേഹം ഡൽഹിയിൽ നിന്ന് വന്നു എന്നെ സ്വീകരിക്കാൻ. എനിക്ക് ആ സമ്മേളനത്തിൽ അദ്ദേഹം ചെറുപ്രായം മുതൽ സ്കൂളിൽ പഠിക്കുമ്പോൾ അദ്ദേഹം BJPക്കൊപ്പമായിരുന്നു. ABVP യുവമോർച്ചയിലൂടെ വന്നു. BJP ഒരു 100 വർഷത്തിനിടയ്ക്ക് കേരളത്തിൽ അധികാരത്തിലെത്തുന്നു വിദൂര സങ്കല്പം പോലും ഇല്ലാത്ത കാലത്താണ് ജോർജ് കുര്യൻ വന്നത്. ഇന്ന് അദ്ദേഹം എവിടെ എത്തി? കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹം ഒരു രാജ്യസഭാ മെമ്പറുമല്ലായിരുന്നു, അദ്ദേഹത്തിനെ ആക്കി. ഇത് ഒരു CPM നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. അദ്ദേഹത്തിന് കഴിവ് പറഞ്ഞ് അദ്ദേഹത്തിന് ഇന്ന് കേന്ദ്രമന്ത്രിസഭയിൽ എത്തിച്ചു. മിടുമിടുക്കനായ മന്ത്രി അദ്ദേഹം, സൈലൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെയുള്ളൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ എത്തിയിട്ട് അവർ പാർട്ടിയിൽ എത്തിക്കഴിഞ്ഞാൽ ഒതുക്കിക്കളയുന്നുള്ള വാക്കെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ അപ്സൈഡ് കോൺസെപ്റ്റ്. ഉദാഹരണം എൻ്റെ തന്നെ എടുത്ത്, ഞാനിപ്പോൾ ഈ പാർട്ടി വന്നിട്ട് ഒരു 10 ദിവസമായുള്ളൂ. ഒരു ഡിമാൻഡ് സുമാഷ ഞാൻ ഈ പാർട്ടി വെച്ചിട്ടില്ല. ആത്മാർത്ഥമായിട്ട് പറയുക, വളരെ ഹോണസ്റ്റായിട്ട് ഇത് എനിക്ക് ഇന്ന പദവി വേണം, ഞാൻ ഇത്രയും നാൾ ചാനലിൽ വന്ന് എല്ലാ ദിവസവും ലോക മലയാളി കാണുന്ന ആളാണ്, അതുകൊണ്ട് എനിക്ക് ഇനി നോ വേ, അങ്ങനെ ഞാൻ പോയൊന്നതിൽ അർത്ഥമില്ല. ഞാൻ പാർട്ടിയല്ല സ്നേഹിക്കുന്നത്, എൻ്റെ പദവിയാണ് സ്നേഹിക്കുന്നത്. ഞാനവിടെ ചെന്നു, ഞാൻ മാന്യമാരി അവർ സ്വീകരിച്ചു. ലോക മലയാളികളിൽ ചർച്ചയായി. ഒരുപക്ഷേ എന്നെ ഇപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യാൻ സുമേഷോട് വന്ന പോലും അതുകൊണ്ടായിരിക്കാം. തീർച്ചയായും ഞാൻ വന്നതിന് ശേഷം ഞാനൊരു ഉഗ്രം എന്ന് പറഞ്ഞാൽ ഒരു ജില്ലാ സമ്മേളനത്തിന് ഉദ്ഘാടനത്തിന് എന്നെ വിളിച്ചു. ദിവസങ്ങളേ ഉള്ളൂ. എനിക്ക് കോട്ടയത്ത് സ്വീകരണം നൽകി. ഇനി എന്താണോ ആ പാർട്ടി തീരുമാനിക്കുന്നത്, ഒരു സാധാ പ്രവർത്തനമായിട്ട് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ഒരു ചാനലിൽ വന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുക, എന്തു പറഞ്ഞാലും 100% ഞാൻ വകുപ്പടിക്കുന്ന 100% സന്തോഷത്തോടുകൂടി ഞാൻ സ്വീകരിക്കും. കാരണം എന്താണെന്ന് അറിയോ, ദേശീയത ഉള്ള അന്തർദേശീയ വീക്ഷണമുള്ള കേരളത്തിനായാലും ഇന്ത്യ ഒപ്പം പിന്നെ നാളുകളിലേക്ക് കൈ പിടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന, ഞാൻ വാണിജ്യ കരാറിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല, അത് പറഞ്ഞ ഒരു എപ്പിസോഡ് പറഞ്ഞു വരും, അത് സ്റ്റഡിയുടെ ഞാൻ ഇങ്ങനെയുള്ള വണ്ടർഫുള്ളായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോടൊപ്പം ചേർന്നതിൻ്റെ സംതൃപ്തിയാണ് പദവി കിട്ടുന്നതിനേക്കാളും നല്ലതെന്ന് ഞാൻ 101% വിശ്വസിക്കുന്നു. അതെൻ്റെ സുഹൃത്തുക്കൾ പറയാം. ആരായിരുന്നു നരേന്ദ്രമോദി? ഒറ്റ വാചകോടെ പറഞ്ഞോട്ടെ, ആരായിരുന്നു? ചെറുപ്രായം മുതലേ അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവുന്നത്? വേണ്ട ഒരു MLA ആവുന്നത് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നോ? അദ്ദേഹത്തിന് ചായപ്പീടിയ എന്ന് പറഞ്ഞൊരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു ഈ 2014 ഇലക്ഷന് മുമ്പ്. അത് കണ്ടിട്ടുണ്ടോ? ഞാൻ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള ആളാണ്. അറിയോ? അത് നമ്മൾ വ്യക്തിപരമായി 2013 ഡിസംബർ മാസത്തിലെ പ്രവാസ ഞാൻ അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അത് വലിയ ഫേമസ് ആയിരുന്നു ആ ഇൻ്റർവ്യൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. അത് എൻ്റെ ഒരു അന്നേരത്തെ തോന്നലായിരുന്നു. അല്ലാണ്ട് ഞാൻ ഒരിക്കലും അതൊരു അപ്പോയിൻമെൻറ്റ് എനിക്ക് വേണമെങ്കിൽ പറയാം, ഞാൻ നേരത്തെ വിളിച്ചാൽ നിങ്ങൾ വിശ്വസിക്കും. നമ്മൾ നുണ പറയേണ്ട കാര്യമില്ലല്ലോ, അതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് ഈ പോയിട്ട് അവർ പരിഗണിച്ചില്ല എന്ന് പറയുന്നവർ ആദ്യം ചിന്തിക്കേണ്ടത്, നിങ്ങൾ ഇത്രയും വർഷം നിന്ന പാർട്ടി നിങ്ങളെ എങ്ങനെ കണക്കാക്കി? നിങ്ങളെ അടിമയായിട്ടല്ലേ? ഈ പാർട്ടിക്ക് അത് അടിമത്തില്ല. അപ്പോൾ ഇതാണ് ശ്രീ റെജി ലൂക്കോസിന് പറയാനുള്ളത്. കാരണം ചാനൽ ചർച്ചകളിൽ പലപ്പോഴും അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ മുഖമായിരുന്നു. പക്ഷേ തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകുന്നതല്ല. പക്ഷേ
ഇങ്ങനെ കുറച്ച് പേർക്ക് ലോകം കണ്ടവരാണ്, പല രാജ്യങ്ങൾ സന്ദർശിച്ചവരാണ്, വർഷങ്ങളായി മാധ്യമപ്രവർത്തന രംഗത്തുള്ളയാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹവും ഹസ്കറും അദ്ദേഹത്തെ പോലെയുള്ളവരൊക്കെ ഇപ്പോൾ ഈ പാർട്ടിയുടെ ഈ ചട്ടക്കൂടിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹിക്കുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ സ്ഥാനമാനങ്ങളൊന്നും ഇവരെയൊന്നും മോഹിപ്പിക്കുന്നില്ല എന്ന് ഞാൻ കരുതുന്നു. എനിക്ക് ഹസ്കറിനെ വ്യക്തിപരമായിട്ട് അറിയില്ല, പക്ഷേ ശ്രീ റെജി ലൂക്കോസ് സാറിനെ എനിക്കറിയാം. അതുകൊണ്ട് അങ്ങനെയാണ് അവരുടെ ഒരു വികസനം, രാജ്യം എങ്ങനെ വികസിക്കുന്നു, രാജ്യത്തിൻ്റെ വികസനമാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം. ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഒരു ചട്ടക്കൂടിൽ നിന്ന് പുറത്തു വരുന്നത്. എന്തായാലും ഇനിയും ഇത്തരത്തിലുള്ള ഒഴുക്ക് മറ്റു പാർട്ടികളിൽ നിന്ന് BJP-യിലേക്ക് ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും നമുക്ക് വേണ്ടത് രാജ്യത്തിൻ്റെ വികസനമാണ്. അത് BJP സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അതുണ്ടാകുമെന്ന് അവർ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തെളിയിച്ചു കഴിഞ്ഞു. ഇനി കാത്തിരിക്കാം.